ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി അടുക്കളയിൽ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വന്നു. അവളുടെ ഒരു വെജിറ്റബിൾ ബിരിയാണി എന്നും പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും പണി കൊടുത്തത് എങ്ങനെയുണ്ട് എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം. അതെ, അവരുടെ കയ്യിലെ കാശും പോയി അവന് കടയിലും പോകേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുക. ഇനി ആ വെജിറ്റബിൾ ബിരിയാണി കൂടി പൗഡർ എടുത്തേ കൊണ്ട് ഉണ്ടാക്കിക്കണം, എങ്കിലേ എനിക്കൊന്ന് സമാധാനം കിട്ടുകയുള്ളൂ നമ്മുടെ സച്ചി പറയുമ്പം, അല്ല നിങ്ങളെന്തിനിപ്പോൾ അടുക്കളയിൽ വന്ന് നിൽക്കുന്നേ, അപ്പുറത്തെങ്ങനെ പോയിരിക്കെ ചെല്ലാൻ പറഞ്ഞു രേവതിയെ. സാധാരണ എന്തിനാണ് ഭർത്താക്കന്മാർ അടുക്കളയിലേക്ക് വരുന്നത്? അടുക്കളയിൽ കയറാൻ മടിയുള്ള ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് അടുക്കളയിൽ കയറേണ്ടി വരുമല്ലോ. അതൊന്നും അല്ല കാര്യം. പിന്നെന്താ കാര്യം? പിന്നെന്തിനാ ഭർത്താക്കന്മാർ അടുക്കളയിലേക്ക് വരുന്നത്? അത് ഞാൻ പറയില്ല. കാണിച്ചു തരാൻ വേണമെങ്കിൽ. എന്ത് കാണിച്ചു തരാമെന്ന്? കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞത്. അപ്പം എന്ത് കാണിക്കാമെന്ന്? അപ്പം നമ്മുടെ സച്ചി കാണിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിങ്ങൾ അവിടെ എങ്ങനെ പോയിരിക്കാൻ പറഞ്ഞു രേവതി ചുമ്മാ മനുഷ്യനെ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പുറകിൽ കൂടെ ചെന്ന് രേവതിയെ വട്ടം കെട്ടിപ്പിടിച്ചു. അപ്പം സച്ചേട്ട് എന്തീ കാണിക്കുന്നതിന്? വിട് സച്ചേട്ട, വിടെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയുക. അപ്പോൾ ആരും വരത്തില്ലെന്നേന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വട്ടം കറക്കുക. അപ്പോഴത്തേക്കും രേവതി പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു സച്ചി. പോ അവിടെ നിന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് സച്ചിയെ അവിടെ നിന്ന് നമ്മുടെ രേവതി ഓടിച്ചു വിട്ടു. അങ്ങനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ആ വാതിലിൽ ഇങ്ങനെ പോയി ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. രേവതിക്കും ഭയങ്കര ചിരി. സച്ചി എന്നിട്ട് വിടാൻ എന്തായാലും തയ്യാറായില്ല. സച്ചി എന്നിട്ട് എന്ത് ചെയ്തു? പതുക്കെ പിന്നാലെ, അതായത് രേവതിയുടെ പിന്നാലെ ചെന്നു. അപ്പം രേവതി സച്ചി വന്നൊന്നും കണ്ടില്ല. അങ്ങനെ രേവതിയെ വട്ടം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. രേവതി ഞെട്ടി. സച്ചിയും ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും രേവതി എന്നിട്ട് ഇങ്ങനെ സച്ചിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സന്തോഷമാണ്. ഇപ്പോൾ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് രേവതി അടുക്കളയിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയേട്ടനും ചന്ദ്രമതിയും കൂടി അവിടെ അങ്ങനെ ഇരിക്കുക. രവിയേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രയാണെങ്കിൽ പുറത്തോട്ട് നോക്കുന്നു, അകത്തോട്ട് നോക്കുന്നു, പുറത്തോട്ട് നോക്കുന്നു, അകത്തോട്ട് നോക്കുന്നു. ആ സമയത്ത് സുധി സാധനം മേടിച്ചുകൊണ്ട് വരുമോ. ഈ പൈസക്കുള്ള സാധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നേരം പറയുവാണേ. അപ്പോൾ അമ്മേ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആ കയറി വരുന്നത്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നപ്പോൾ അതേ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നിനക്കെന്താ വേർപ്പൊന്നും ഇല്ലല്ലോ എന്ന് സച്ചി, പുറത്തല്ല വെയിലാണല്ലോ, നീ വേർത്തൊന്നും കാണുന്നില്ലല്ലോ എന്ന് സച്ചി വന്ന് പറയുമ്പം, അത് പിന്നെ അച്ഛൻ ഞാൻ കാറിലാ പോയത്, അതാ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം, കേട്ടല്ലോ അച്ഛാ, കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ കാർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതിനിപ്പോൾ എന്താ കുഴപ്പം? ബെസ്റ്റ്. രേവതി വന്നത് എടുത്തുകൊണ്ട് പോകാനായിട്ട് രേവതിയോട് ചന്ദ്രമതി പറയുമ്പോഴത്തേക്കും രേവതി അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പം രേവതി അങ്ങ് വന്നപ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത് രേവതിയുടെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് ശ്രുതി ബാലൻസ് 10 രൂപയുണ്ടെന്ന് പറഞ്ഞു. ബാലൻസ് 10 രൂപയോ? പച്ചക്കറിക്ക് 490 രൂപയായോ? അപ്പം ഞാൻ കുറച്ചല്ലേ വാങ്ങിക്കാൻ പറഞ്ഞുള്ളൂ. അപ്പം എൻ്റെ പൊന്നു ശ്രുതി, നിനക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. പച്ചക്കറിക്കൊക്കെ ഇപ്പം എന്താ വില? അയ്യോ, ഇതിന് 490 രൂപയൊന്നും വരത്തില്ല എന്ന് രേവതി പറഞ്ഞു. ഇല്ലേ? നീ സഞ്ചി നോക്കിയിട്ട്. അപ്പം എടാടാടാടാ, നീ കള്ളം പറയല്ലേടാ എന്ന് ചോദിച്ചു. അല്ല, ബാക്കി കാശ് നീ പൊറോട്ട ബീഫും കഴിച്ചില്ലേടാ, നിന്റെ കൈ മണപ്പിക്കാൻ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നെ അമ്മ, ഞാൻ കള്ളം പറയുന്നൊന്നും അല്ല. എന്നോട് ആ കടക്കാരൻ 490 രൂപ എന്ന് പറഞ്ഞു. ഞാൻ 500 കൊടുത്ത് ബാക്കി 10 രൂപ ബാലൻസും തന്നു. അദ്ദേഹം വാങ്ങിയത് കൂടുതലാണെന്ന് ചന്ദ്രമതി അന്നേരം സമ്മതിച്ചു കേട്ടോ. അപ്പോൾ കടക്കാരൻ നിനക്ക് ബില്ല് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബില്ല് ഇതേ തരാം, ഇത് നോക്കിയാച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് എടുത്ത് കൊടുത്തു. ഇത് ബില്ലടിച്ച് തന്നിരിക്കുന്നത് കറക്റ്റ് 490 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ കടയിൽ പോവില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു ഫോൺ കോൾ വരുന്നു കേട്ടോ. ഈ കടക്കാരൻ മനോജാണല്ലോ വിളിക്കുന്നേ. അതെ, ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചെന്ന് ശ്രുതി പറയാം. അപ്പോൾ ഹലോ മനോജെ, പറയടാ. ആണോ? ശരി ഓക്കെ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ രവിയേട്ടൻ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കുഴപ്പമില്ലടാ. അപ്പം അവിടുത്തെ ബില്ലിംഗ് മെഷീൻ എന്തോ കുഴപ്പമുണ്ട്. പച്ചക്കറിയുടെ വില 190 രൂപയേ ഉള്ളൂ. പക്ഷേ 490 രൂപ ബില്ലടിച്ച് വന്നു. ബാക്കി 10 രൂപന് ബാലൻസും കൊടുത്തു. ബില്ലിലെ തെറ്റ് മനസ്സിലാക്കി ഇവനെ 2-3 പ്രാവശ്യം പുറകിൽ നിന്ന് വിളിച്ചു പോകാൻ കേട്ടില്ല. ഇവൻ കാറ് കയറി ഇങ്ങ് പോകുന്നെന്ന്. അപ്പം എന്താ ശ്രുതി ഇതെന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുക. അത് തന്നെ ആയിരിക്കുമല്ലോ അയാൾ എന്നെ വിളിച്ചത്. ഞാൻ കരുതിയേ പഴയ വില കാശും കൊടുക്കാനുണ്ടായിരിക്കുമെന്ന്. അല്ല, ഞാൻ വിചാരിച്ച പഴയ പച്ചക്കറി വല്ലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വെളുത്ത് അവിടെ നിൽക്കുക. ചന്ദ്രമതിയാണെങ്കിൽ ഇത്ര നേരം നാവിട്ടലച്ചെല്ലാം കടലിൽ കായം കലക്കി ഇതുപോലെ ആക്കി. അപ്പോൾ മോളെ, നിൻ്റെ നമ്പർ ഞാൻ കടക്കാരനെ അയച്ചു കൊടുക്കാം, അയാൾ ബാക്കി പൈസ ഇങ്ങോട്ട് അയച്ചു തരുമെന്ന് ശ്രുതിയോട് അച്ഛൻ പറയുമ്പം ശരി അങ്കിളെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അച്ഛാ 7 ഡിഗ്രി ഇവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? അവർ ബില്ല് തെറ്റടിച്ച് തന്നപ്പോൾ ഇവൻ 490 രൂപ ആകില്ല എന്ന് അപ്പം തന്നെ ഇവൻ പറയേണ്ടതല്ലായിരുന്നു എന്ന് ചോദിച്ചു സച്ചി. എനിക്കതിന് ഇതിൻ്റെ വിലയൊന്നും അറിയത്തില്ലല്ലോ.
പിന്നെ എന്നാ ചെയ്യുന്നത്? ഞാൻ കരുതി 490 രൂപ തന്നെ ആകുമായിരിക്കും എന്ന്. അതുകൊണ്ടല്ലേ. ഓ, കണക്ക് നോക്കി വാങ്ങിക്കണ്ട എൻ്റെ ശ്രുതി. ഓരോന്നിനും കിലോയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചു വേണ്ടേ വാങ്ങിക്കാനെന്ന് ശ്രുതി ചോദിക്കുമ്പം, ശ്രുതി നീയും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ, അത് വിട്, ഇവന് കടയിൽ പോയി പരിചയമൊന്നും ഇല്ലല്ലോ, അതാണെന്ന് ചന്ദ്രമതി പറയുക. ഇവനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളല്ലേ ചന്ദ്രൻ, അതും വലിയൊരു ഷോറൂം. ഇതുപോലെയുള്ള ചെറിയ കണക്കുകൾ പോലും അറിയാത്ത ഇവൻ എങ്ങനെ വലിയൊരു ഷോറൂം നടത്തിക്കൊണ്ട് പോകും? അത് എനിക്കറിയത്തില്ലെന്ന് രവേട്ടൻ പറയുമ്പം അവൻ അതൊക്കെ ചെയ്തോളും എന്നും പറഞ്ഞു ചന്ദ്രമതി. കുറേ ഡിഗ്രി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും. ക്ലാസ് റൂമിൽ നിന്ന് പുസ്തകത്തിൽ നിന്നും കിട്ടാത്ത പലതും അത് പുറത്തു നിന്ന് നേടാനുണ്ട് എന്ന കാര്യം പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ നേരം പറയാം. അതൊന്നും നീ നേടിയിട്ടില്ല, അത് തന്നെ നിന്റെ പ്രശ്നമെന്നും പറഞ്ഞു. എടാ, നീ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ചെയ്യുക എൻ്റെ സ്തുതി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചിരിച്ചിട്ട് അവിടുന്ന് അടുക്കളയിലേക്ക് അങ്ങ് പോയി. ഇവൻ്റെ അമ്മായപ്പൻ്റെ കാശ് തോലയ്ക്കാതിരുന്ന ഭാഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോഴേക്കും ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കുക. എടാ, ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ 300 രൂപ കൊണ്ടുപോയി തുലച്ചവനല്ലേ നീ എന്ന് ചോദിച്ചു. അപ്പം ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് വിട്ടുകള, വേറെ വല്ല കാര്യം പറയാനുണ്ട്. നാളെ ഒരു വിശേഷ ദിവസമല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാവെന്നും പറഞ്ഞു. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നീ രേവതിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം സച്ചി ഇങ്ങനെ വിശേഷ ദിവസം അതെന്താ? അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നില്ല. വിശേഷ ദിവസവും അതെന്താ? അപ്പോൾ സച്ചി ചോദിച്ചു, വിശേഷ ദിവസമോ? നാളത്തെ ദിവസത്തിന് ഇപ്പം ഇത്ര പ്രത്യേകത എന്താ അച്ഛാ? അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. എന്താടാ, നിനക്ക് ഓർമ്മയില്ലേന്ന് അച്ഛൻ അന്നേരം സച്ചിയോട് ചോദിച്ചു. എടാ, നാളെ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പറയുമ്പം എന്ത് പ്രധാനപ്പെട്ട ദിവസമാണ്? എന്നതാ എന്താന്ന് പറയാൻ പറഞ്ഞു. ആ സമയത്ത് ശ്രുതി, അതെന്താ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അപ്പം എനിക്കറിയത്തില്ല എന്ന് ശ്രുതി. ചന്ദ്രമതി ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഓർമ്മ വന്നച്ചാ, ഓർമ്മ വന്നു. അതെ രേവതി, അച്ഛൻ്റെ കാശ് എടുത്ത് ഇവൻ ഓടിപ്പോയ ദിവസമല്ലേ എന്ന് നമ്മുടെ സച്ചി പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞ ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഒരു ദിവസമൊന്നുമില്ല, ഇവൻ വെറുതെ ഓരോന്ന് പറയുന്നല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം സച്ചി, അച്ഛാ അതെ, നാളെ ഇവൻ ഓടിപ്പോയിട്ട് 1-ാം വാർഷിക. എന്തിനാണ് അച്ഛാ ഫുഡൊക്കെ വാങ്ങിച്ച് ആഘോഷിക്കുന്നത്? ഇവനായിട്ട് 2 പൂട്ടിക്കല്ലേ വേണ്ടത് എന്ന് സച്ചി അന്നേരം അച്ഛനോട് പറഞ്ഞു. അപ്പം രേവതി പുറകിൽ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴാണ് സച്ചിക്ക് ബോധം വന്നത്. ഐശോ, ഞാനത് ഓർത്തില്ലച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയണു. ആ സമയത്ത് രേവതി ഇങ്ങോട്ട് വന്ന ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ലച്ചാ. എന്താണെന്ന് വെച്ചാൽ അച്ഛനത് പറയണ്ടാന്ന് രേവതി അന്നേരം പറഞ്ഞു. അതും പറഞ്ഞ് രേവതി അകത്തേക്ക് കയറിപ്പോയപ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് പുച്ഛിച്ച് ചിരിക്കുക രേവതിയെ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചി ഇതിൽ തന്നെ കടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുക, കല്യാണം കഴിച്ച കാര്യം പറയാതെ. അപ്പോൾ രേവതി അങ്ങകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളെന്തിനാ ദേഷ്യപ്പെട്ട് പോയത്? രേവതി എന്നും പറഞ്ഞ് സച്ചി വിളിച്ചു. എടാ, അവൾ എങ്ങനെയാടാ ദേഷ്യപ്പെടാതിരിക്കുക? നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ 1-ാം വാർഷികദിനം അല്ലേടാന്ന് ചോദിച്ചു അച്ഛൻ. അത് കേട്ടപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രേവതിക്ക് സങ്കടമായി. അത് രേവതി അടുക്കളയിൽ ഇങ്ങനെ സങ്കടപ്പെടും. അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ രേവതിയെ പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കുക. ഇന്ന് കോളാണെന്ന് സച്ചിക്ക് മനസ്സിലായി. സച്ചി എന്നിട്ട് പതുക്കെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതി എന്ന് പറഞ്ഞ് വിളിച്ചു. രേവതി അന്നേരം അവിടെ നിന്ന് കരയുക. രേവതി സച്ചിയെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തും പോയി നിന്ന് രേവതി കരയുക കേട്ടോ. അപ്പോൾ സച്ചി രേവതിയുടെ പിന്നാലെ ചെന്നു. രേവതി, നീ കരയുവാണോ എന്ന് ചോദിച്ചു. സച്ചിക്കാണെങ്കിൽ പേടിയായിട്ടും പാടില്ല രേവതിയുടെ അടുത്ത് ചെല്ലാനായിട്ട്. അതെ, അത് പിന്നെ രേവതി, അതെ, എന്നെ തൊട്ടുപോയേക്കരുത്. എന്തിനാ എൻ്റെ അടുത്ത് വന്നതെന്ന് രേവതി നേരം ചോദിച്ചു. അതൊന്നും ഞാൻ തൊട്ടാ കുഴപ്പം? ഞാൻ അന്യല്ല, നിങ്ങളുടെ ഭാര്യ. അത് നിങ്ങൾക്കറിയില്ലേ? എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക സച്ചി. മറ്റു പലതുമല്ലേ നിങ്ങളുടെ മനസ്സിൽ? നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഏട്ടൻ ഓടിപ്പോയ ദിവസമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ എന്ന് ചോദിച്ചു. അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ രേവതി? കഴിഞ്ഞ വർഷം അതേ ദിവസം തന്നെയല്ലേ അവൻ ഓടിപ്പോയത്? അത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ അല്ലേ? വേറൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല? നമ്മൾ കല്യാണം കഴിച്ച ദിവസമാണെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? മുമ്പൊക്കെ അടിക്കടി പറയാറുണ്ടല്ലോ അവൻ ഓടിപ്പോയത് കൊണ്ടാണ് നീ എൻ്റെ തലയിലായതെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ അത് പിന്നെ രേവതി, അത് അങ്ങനെയല്ല രേവതി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നീ എന്തൊക്കെ ഈ പറയുന്ന രേവതി? അന്നത്തെ പോലെയാണോ ഇന്നിപ്പോൾ നമ്മുടെ ജീവിതം? ആണോ രേവതി? നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നാളെ നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് 2ാമതായിട്ട് പറയാമെന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പം ഞാൻ അതെന്തായാലും വിശ്വസിച്ചു. അയ്യോ,
സത്യമായിട്ടും രേവതി, ഞാൻ നിന്നോട് കള്ളം പറയില്ലെന്ന് നിനക്കറിയില്ല രേവതി. അവൻ ഓടിപ്പോയ കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നപ്പം ഞാനത് ആദ്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എൻ്റെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടിയത് പെട്ടെന്ന് മനസ്സിൽ വന്നില്ല അല്ലേ? അയ്യോ വന്നു എല്ലാം വന്നു, പെട്ടെന്ന് വന്നായിരുന്നു. പിന്നെ അതെ, ഈ പെണ്ണൊക്കെ കണ്ട് കല്യാണം നിശ്ചയിച്ച് ക്ഷണക്കത്തൊക്കെ അടിച്ച് എല്ലാവരെയും ക്ഷണിച്ചൊക്കെ കല്യാണം നടത്തിയിരുന്നെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നേനെ. ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതാ ഞാൻ അതുകൊണ്ട് അങ്ങനെ. ഇതിപ്പോൾ സാധാരണത്തെ പോലെ ഞാൻ ഓട്ടം പോയി അച്ഛൻ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് നിന്നെ കെട്ടിച്ചു, അത് എൻ്റെ ഓർമ്മയിൽ നിൽക്കാതിരുന്നത്. അപ്പോൾ ഈ ദിവസത്തേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് വേറൊരു ദിവസത്തിന് വേണ്ടിയാണെന്ന് സച്ചി പറയുമ്പം ഏത് അതോ അത് പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ നിനക്ക് താലി വാങ്ങിച്ച് തന്നപ്പോൾ നീ എന്നെയും കൂട്ടി ക്ഷേത്രത്തിൽ പോയി ആ താലി എന്നെ കൊണ്ട് നിന്റെ കഴുത്തിൽ നീ കെട്ടിച്ചില്ലേ? അതിനിപ്പോൾ എന്താ? അതേ, ഒരു കല്യാണ ചടങ്ങ് എന്നതുപോലെ തന്നെയാണ് അന്ന് ഞാൻ ആ താലി നിന്റെ കഴുത്തിൽ കെട്ടിയത്. എൻ്റെ മനസ്സിൽ നമ്മൾ കല്യാണം കഴിച്ച ദിവസം അതാണെന്ന് സച്ചി രേവതിയോട് പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുവാ സച്ചി. എൻ്റെ മനസ്സിൽ പതിഞ്ഞത് ആ ദിവസമാണെന്നും സച്ചി പറഞ്ഞു. ആ ദിവസം എങ്കിലും ഓർമ്മയുണ്ടല്ലോ. അതെങ്ങനെ ഓർമ്മയില്ലാതിരിക്കും എൻ്റെ രേവതി? നിന്നോടൊത്തുള്ള എല്ലാ നല്ല മുഹൂർത്തങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നിന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം, സംസാരിച്ച ദിവസം എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും അതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിലും പറ, എപ്പോഴാ എന്നെ ആദ്യമായിട്ട് കണ്ടത് എന്ന് ചോദിക്കുമ്പം അയ്യോ അത് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുമ്പം അത് പിന്നെ അതൊരു അന്ന് കല്യാണ ദിവസം നിന്നെ കൂട്ടി പാർലറിൽ പോയില്ലേ, അപ്പോഴാ ആദ്യമായിട്ട് ഞാൻ നിന്നെ കണ്ടത്. അതിനു മുൻപ് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ? ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സച്ചി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതിനു മുൻപ് ഞാൻ എപ്പോഴാണ് നിന്നെ കണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പിന്നെയും അങ്ങോട്ട് കയറിപ്പോയി. പിന്നെയും സച്ചി പിന്നാലെ ചെല്ലുക. പിണങ്ങിയിരിക്കുന്ന രേവതിയുടെ അടുത്ത് വെച്ച് നീ പറ, നമ്മളെവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടത്? നീ പറ. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോഴേ തെരുവിൽ വെച്ച് ഒരാളെ അടിക്കുകയായിരുന്നു എന്ന് രേവതി പറഞ്ഞു. ആഹാ, അത് ശരി. അതേത് തെരുവിൽ വെച്ചാൽ ഞാൻ അടിച്ചേ? അതൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല എന്ന് രേവതി പറയുമ്പം അല്ല, ഈ കല്യാണത്തിന് മുൻപേ ഞാൻ പല തെരുവുകളിൽ വെച്ച് പലരെയും ഞാൻ പെരുമാറിയിട്ടുണ്ട്. നീ കണ്ടത് ഏത് തെരുവിൽ വെച്ചാണെന്ന് ഓർമ്മയില്ല അല്ലേ? എന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നു. രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. അതൊക്കെ വിട്ടുകളാം. പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടിട്ടുണ്ടോ നീ? ഉണ്ട്. ഒരു ദിവസം മൂക്കറ്റം മദ്യപിച്ച് റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടു. എൻ്റെ പൂക്കൂടെ എടുത്ത് വെച്ച് നിങ്ങൾ ഡാൻസ് കളിച്ചതെന്നൊക്കെ പറഞ്ഞപ്പം സച്ചി ഇങ്ങനെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കാം. അല്ല, അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ രേവതി? ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. ഞാൻ ഗുഡ് ബോയ് അല്ലേ? ആര്? നിങ്ങളാണോ ഗുഡ് ബോയ്? പിന്നെ ഞാൻ നിങ്ങളെ കണ്ടതേ നിങ്ങളൊരാളെ വെട്ടാൻ ഓടിക്കുന്നതോ? ഞാനോ? അങ്ങനെയാ ഞാൻ ആദ്യം കരുതിയത്. പിന്നീട് എനിക്ക് മനസ്സിലായത് നിങ്ങൾ സീരിയൽ അഭിനയിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു അത്. അതെ, ഞാനൊരു സീരിയൽ അഭിനയിച്ചിരുന്നു. അന്ന് എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ആരും എന്നെ അഭിനയിക്കാനൊന്നും വിളിച്ചില്ല. അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ടായിരിക്കും പിന്നീട് ആരും വിളിക്കാത്തല്ലേ? ആർക്ക്? നിങ്ങൾക്കാണോ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത? അത് പിന്നെ എനിക്ക് നാച്ചുറലായിട്ട് അഭിനയിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്ന് നമ്മുടെ സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞ് നീ എന്നെ കണ്ടപ്പോൾ എന്തോ വിളിച്ചിരുന്നല്ലോ? അത് ഞാനങ്ങ് ഓർക്കുന്നില്ല, ഞാനങ്ങ് വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞിരിക്കുമ്പം പിന്നെ നീ വിളിച്ചു. എന്തായിരുന്നു നീ വിളിച്ചത്? എനിക്കതൊന്നും ഓർമ്മയില്ല. മറ്റെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് മാത്രം എന്താ നിനക്ക് ഓർമ്മയില്ലാത്ത? ഇത് മാത്രം ഞാൻ എന്താ മറന്നുപോയേ? ഇല്ല, എനിക്കതൊന്നും ഓർമ്മയില്ല എൻ്റെ സച്ചേട്ടാ. എന്താ വിളിച്ചത്? ഞാൻ ആലോചിക്കട്ടെ. എന്തോ എന്നെ വിളിച്ചായിരുന്നു, അത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? ഞാൻ മറന്നുപോയെന്ന് പറയുമ്പം അത് പിന്നെ ഗുണ്ടാന്ന്. അന്ന് അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഗുണ്ട, അത് തന്നെ. ഗുണ്ട എന്ന് തന്നെയാണ് നീ എന്നെ വിളിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട് എന്നൊക്കെ സച്ചി പറയുമ്പോൾ അത് പിന്നെ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് വിളിച്ചതാ. അല്ല, ഇപ്പം എങ്ങനെ തോന്നുന്നു? ഇപ്പം എന്താ എന്നെ പറ്റി തോന്നുന്നു നിനക്കെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എൻ്റെ പുരുഷനായിട്ട് തോന്നുന്നു എന്ന് രേവതി. അപ്പോൾ സച്ചി ഇങ്ങനെ ഓഹോ എന്നും പറഞ്ഞൊരു ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. രേവതിക്കൊരു നാണമൊക്കെ. ആ സമയത്ത് സ്വപ്നത്തിൽ പോലും കരുതി കാണത്തില്ലല്ലേ ഈ ഗുണ്ട നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് അല്ലേ? ഇല്ല, ഞാൻ കരുതിയില്ല. അല്ല, നിനക്ക് അന്ന് എന്നെ അത്രയ്ക്ക് പേടിയായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ സച്ചിയുടെ മുഖം അങ്ങ് വാടി. രേവതി അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുമ്പോൾ സച്ചി പിന്നാലെ ചെല്ലും. അങ്ങനെ അങ്ങ് പോവല്ലേ അവിടെ നിന്നെ. ഇപ്പോൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഇപ്പം എങ്ങനെയാണെന്ന് സച്ചിയേട്ടൻ അറിയില്ലേ എന്ന് രേവതി ചോദിക്കാം. എനിക്കറിയാം, എന്നാലും ഒന്ന് തുറന്നു പറയാനായിട്ട് സച്ചി രേവതിയോട് പറയുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. രണ്ടുപേരും കൂടെ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി നിൽക്കുമ്പോൾ രേവതി സച്ചി ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞു. അപ്പോൾ ഇഷ്ടമായത് കൊണ്ടാണല്ലോ സച്ചിയേട്ടനെ എത്ര തവണ കണ്ടിട്ടുണ്ടോ അതൊക്കെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് രേവതി സച്ചിയോട് പറയുമ്പോൾ അയ്യോ സച്ചിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര നാണമൊക്കെ. പക്ഷേ സച്ചിയേട്ടൻ അതൊന്നും ഓർമ്മയില്ല. എന്നെ ഇഷ്ടമേ അല്ലാത്ത രീതിയിലാണ് സച്ചിയേട്ടൻ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോൾ രേവതിയെ ചെന്ന് പിറകിൽ നിന്ന് സച്ചി കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് മെമ്മറി പവർ കുറവാണ് രേവതി, അതാ, അല്ലാതെ വേറല്ല. നീ പറഞ്ഞപ്പോൾ എല്ലാം ഓർമ്മ വന്നില്ലേ? അല്ല വേറെ എവിടെ വെച്ചാൽ നമ്മൾ കണ്ടതെന്നൊക്കെ സച്ചി ചോദിച്ചപ്പം അത് ഞാൻ തന്നെ പറയണോന്ന് ചോദിച്ചു രേവതി. പറയാൻ പറഞ്ഞു. ആ സമയത്ത് രേവതി അടുത്തത് പറയാൻ തുടങ്ങി. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ അവിടെ കട്ട റൊമാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.